Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു a ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടേക്കുന്ന ബ്രോക്കലി ഫ്രൈഡ് റൈസും പിന്നെ വെള്ളയപ്പവും മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഈ 3 റെസിപ്പി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കടായി ആവട്ടെ, സ്കില്ലറ്റ് ആവട്ടെ, അപ്പം പാന്, ഇത് മൂന്നും ഷെഫ് വാവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ നിന്നാണ്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂവും കൂടിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം പറയാൻ പോകുന്നത് ബ്രോക്കലി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഇവിടെ ബ്രോക്കലിയൊക്കെ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും കുറച്ച് ബ്രോക്കലി റെസിപ്പീസൊക്കെ ആവാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചരി വേണമെങ്കിലും എടുക്കാം. പുഴുങ്ങലരി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പച്ചരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ബസ്മതി റൈസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു ബ്രാൻഡ് ഇന്ത്യ ഗേറ്റിൻ്റെ റോസാനയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ അഥവാ റൈസ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ ഏത് ബ്രാൻഡാ അല്ലെങ്കിൽ ഏത് റൈസാന്നൊക്കെ. ചോദിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ തന്നെ കാണിച്ചത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയ അരി ഇപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ ഇത് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല, നേരിട്ട് തന്നെ ചോറുണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ചൂടോടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ തണുത്തതിന് ശേഷം എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. തലേദിവസത്തെ റൈസ് ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ കടായിലാണ്. ഇത് കാസ്റ്റ് അയണിൻ്റെ ആണ്. ഇതെനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഷെഫ് വാവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. ഇതിൽ 3 പേർക്ക് 3 അഡൾട്ടിന് കഴിക്കാൻ പറ്റുന്ന അത്ര റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്താൽ മതി. ഇത് ലോ ഫ്ലെയിമിൽ, ഫ്രൈഡ് റൈസ് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിയുടെ കളറ് ഒന്ന് മാറി വരുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടൊരു അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. ഞാനിവിടെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 ബീൻസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റും ബീൻസും ഒക്കെ ഈ ചൂടത്ത് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ആ സമയത്ത് നമുക്ക് ബ്രോക്കലി ചേർത്ത് കൊടുക്കാം. ബ്രോക്കലി ഞാനിപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഒക്കെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ബ്രോക്കലി ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. ഇതിനധികം വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് അഥവാ സ്പൈസ് ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സോസൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു വലിയ ബൗളോളം റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ല തണുത്ത റൈസാണ്. എന്നിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം, കാരണം എന്ന് വെച്ചാൽ സോയാ സോസിന് ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഒന്നും ചെയ്യാനില്ല, ഭയങ്കര സിമ്പിളാണ്. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ സ്മോക്ക് വരുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ചേർക്കുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് എന്തായാലും ഫ്രൈഡ് റൈസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചേർത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേട്. അപ്പോൾ ഞാൻ വെച്ചു കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ചേർക്കാമെന്ന്. അങ്ങനെ മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയാണ്. നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ അതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് ആക്കി എടുത്തു. പക്ഷേ സംഭവം സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 1 ഗ്ലാസ് റൈസാണ്. ഇത് ഇഡ്ലി റൈസാണ്. ഇഡ്ലിക്കും ദോശക്കൊക്കെ ഞാൻ സെയിം റൈസ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അരിയുടെ പേര് ഡൊപ്പി അരി എന്നാണെന്ന്. പക്ഷെ നമുക്കിവിടെ ഓൺലൈനിൽ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ
ഞാൻ ആ ഒരു ഫോട്ടോ നോക്കിയിട്ടൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. ഇഡ്ഡലി റൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വണ്ണമുള്ള ഒരു റൈസ് കിട്ടാറുണ്ട് കേട്ടോ. ദോശ റൈസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കനം കുറഞ്ഞാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പിക്ചർ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഡൊപ്പി റൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ പച്ചരി ആയതുകൊണ്ട് ഇത് കാണിച്ചെന്ന് മാത്രം. പിന്നെ ഈ റൈസ് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ അപ്പം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് ഈ റൈസിൻ്റെ ഗുണമായിരിക്കാം. എന്തായാലും നമുക്ക് 5 മണിക്കൂറിന് ശേഷം ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ജാറിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തേക്കുന്നത് അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തേങ്ങയും 1/2 ഗ്ലാസ് വേവിച്ച് വെക്കുന്ന ചോറും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു അരിയുടെ പകുതി അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. തരിതരി ഒട്ടും ഉണ്ടാവാൻ പാടില്ല, നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതങ്ങ് അടച്ചു വെക്കണം. മിനിമം ഒരു 8 മണിക്കൂർ. അല്ലാന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റ് ആവുന്ന നോക്കിയാൽ മതി. ചിലപ്പോൾ നേരത്തെ ഫെർമെൻറ്റ് ആവും. കാരണം ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ രാവിലെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ലതുപോലെ ഫെർമെൻറ്റ് ആക്കി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളത് ഫെർമെൻറ്റ് ആവുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എന്താ ഞാനിപ്പോൾ രാവിലെ അരച്ച് വെച്ചു. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് നല്ലതുപോലെ ഫെർമെൻറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും. പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ പിറ്റേ ദിവസം ആയപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതും കാസ്റ്റ് അയണിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിലും അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കയ്യിൽ കിട്ടിയ സമയത്ത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ഇതിലെങ്ങനെയാണ് അപ്പം ഉണ്ടാക്കി കിട്ടുക എന്നുള്ളത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് ഒരു ഡൗട്ട്. പിന്നെ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഫസ്റ്റ് വൺ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ഷോക്കായിപ്പോയി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. കാണുമ്പോൾ ഭയങ്കര ചെറുതാണെങ്കിലും അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. സോ മാവ് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു തവിയോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുറ്റിച്ചു, മെല്ലെ ഒന്ന് ചുറ്റിച്ചെടുത്തു. അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈസിലി ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ എത്ര ഈസിയായിട്ട് ഇളക്കിയെടുത്തെന്നുള്ളത്. ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ പുതിയൊരു പാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ ഇല്ലെന്നുള്ളത്. പക്ഷേ ഈ അപ്പച്ചട്ടി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാണുന്ന പോലെ അല്ല, ആള് അടിപൊളിയാണ്. സോ അങ്ങനെ സൈഡ് മൊത്തം ക്രിസ്പി ആയിട്ടും നടുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് അപ്പത്തിൻ്റെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ സ്കില്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഷെഫ് എന്ന ഞാൻ ബ്രാൻഡിൽ നിന്ന് അയച്ചേക്കുന്നതാണ്. ഇതും കാസ്റ്റ് അയൺ ആണ്. ഈ എല്ലാ പാത്രങ്ങളും അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവിയാണ്, എന്നാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണ്. സോ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുത്തു. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മുട്ട വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 മുട്ട ഇട്ട് കൊടുത്തു. ആ മുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കിട്ടണം, മസാല ഒന്ന് കോട്ടാക്കി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം നേരം ഒന്നും ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ മുട്ടയിൽ മസാല ഒന്ന് കോട്ടാക്കി കിട്ടിയാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ഏലക്ക 1 പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് മൂത്ത് വരുന്ന സമയത്ത് 3 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് വഴറ്റാൻ പറ്റുമോ അത്രയും നന്നായിട്ട് കറി കിട്ടും. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം ഉള്ളി ഒന്ന് വാടി വരുന്നവരെ മാത്രമേ വഴറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇതിനി ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം, അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ അടച്ചു വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാൻ പോവാണ്.
ഇപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചും കൂടി ലൂസായിട്ട് വേണം തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ 2 പൊടികളും ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി, ഒരുപാട് നേരോട്ട് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റിൽ മുട്ട വെച്ച് കൊടുക്കാൻ പോവാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പത്തിന് ബെസ്റ്റ് കോംബോ ആണ്, അടിപൊളി ടേസ്റ്റും ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ കോംബോ ആണ്. പിന്നെ ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ നെയിം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കാസ്റ്റ് അയൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സേഫാണ്. ഭയങ്കര റേറ്റ് ഒന്നും അല്ല കേട്ടോ, അഫോർഡബിൾ റേറ്റ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.